പരിശുദ്ധമായ റജബിന്റെ 17ാമത്തെ ദിവസം ഹിജറ രണ്ടാമത്തെ കൊല്ലം നടന്ന ഒരു യുദ്ധമാണ് ബദർ. ആ ബദർ യുദ്ധത്തിൽ മഹാന്മാരായ ബദരീങ്ങളാകുന്ന മുസ്ലിമീങ്ങൾ വലിയൊരു ആയുധ സന്നാഹത്തോടു കൂടിയിട്ട് ആ യുദ്ധകളത്തിലേക്ക് എത്തിയവരല്ല. അവരുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം തഖ്വയായിരുന്നു. നല്ലോണം മനസ്സിൽ തഖ്വയുള്ള ആളുകളായിരുന്നു. ആ തഖ്വ മാത്രമാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആയുധമായി അവരുടെ ഉള്ളിലുണ്ടായി. അവരാണെങ്കിലോ മെലിഞ്ഞൊറ്റിയ, കാണാൻ വലിയ തടിയോ വലുപ്പമോ ഒന്നും ഇല്ലാത്തവരായിരുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ വലിയൊരു ആഗ്രഹം കൊണ്ടിട്ട് വന്നവരല്ല. എന്തോ ഒരു കച്ചവട സംഘത്തെ പിടിച്ചെടുക്കണമെന്ന നീയത്തോടെ വന്ന് അതൊരു യുദ്ധത്തിലൂടെ ഒരു അന്ത്യം കുറിച്ചതാണ്. അതാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നവരൊന്നുമല്ല. വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി വന്നത് അവസാനം യുദ്ധത്തിലത് കലഹിച്ചു എന്നതാണ്. കാരണം ഇസ്ലാം ഒരിക്കലും അങ്ങനെ ഒരു യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്ന മതമല്ല. പരിശുദ്ധമായ ഖുർആനിൽ 70 ചില്ലാന സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യട്ടെയോ എന്ന് ചോദിച്ചപ്പോ അന്ന് വേണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഖുർആനിലാണ്. 70 ചില്ലാന സ്ഥലം യുദ്ധം ചെയ്യരുത്. എന്തെല്ലാം പ്രയാസങ്ങൾ മഹാന്മാരായ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, സയ്യിദത്തുനാ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ. ഇന്നത്തെ കാലത്തെ ആളുകൾ ശത്രുക്കൾ കാണിക്കുന്നത് പോലെയുള്ള ക്രൂരതൊന്നുമല്ല, അതിനേക്കാളും പുറത്തതാണ്. എന്നാലും യുദ്ധം വേണ്ട. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ലോകർക്ക് കാരുണ്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അന്നത്തെ കാലത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല. അബൂജഹലിനും റസൂലുള്ളാഹി റഹ്മത്താണ്, ഉത്ബത്തിനും റസൂലുള്ളാഹി റഹ്മത്താണ്. കാരണം അവർ ആരണിയിൽ പെട്ടവരാണ്. അവർക്കേയും റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ 40ാമത്തെ വയസ്സ് വരെ എല്ലാ ആളുകളും ഹബീബായ തങ്ങളെ വിളിച്ചത് അല്ലമീൻ. ശത്രുക്കൾ പോലും ഹബീബായ തങ്ങളെ വിളിച്ചത് വിശ്വസ്തൻ എന്നാണ്. ആദ്യകാലത്ത് വളരെ രഹസ്യമായി നടന്നിരുന്ന പ്രബോധനം, ആ പ്രബോധനം അല്ലാഹു തആല ഹബീബായ തങ്ങളോട് അതിനെ പരസ്യപ്പെടുത്താൻ പറഞ്ഞു. ദഅവത്ത് ഇനി നിങ്ങൾ രഹസ്യാക്കണ്ട, അത് പരസ്യമാക്കണം. നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോട് നിങ്ങൾ ഒന്ന് ഭീഷണിപ്പെടുത്തണം നബിയെ. അവരാഗ്രഹിക്കുന്ന വിഗ്രഹങ്ങൾ, അവർ പൂജിക്കുന്നവരുടെ ദൈവങ്ങൾ, അതൊക്കെയും സത്യമല്ല, അവരെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പടച്ചവൻ ഞാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ആശയത്തിലേക്ക് അവരെ വിളിക്കണം നബിയെ എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ എല്ലാ മക്കയിലുള്ള കുടുംബങ്ങള് പ്രമാണികള് മുഴുവൻ സഫാ കുന്നിന്റെ മുകളിൽ കയറി റസൂലിനെ വിളിക്കുക. അന്നത്തെ സംവിധാനങ്ങളാണ് മൈക്കില്ലാത്തവരാണ്. എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉയർന്ന കുന്നിന്റെ മുകളിൽ നിന്നിട്ട് വിളിക്കുന്ന. അപ്പൊ സഫാ പർവ്വതത്തിന്റെ മുകളിൽ റസൂലുള്ളാഹി തങ്ങൾ കയറിയിട്ട് നാട്ടുകാരെ മുഴുവനും പ്രമാണികൾ മുഴുവനും വിളിച്ചു വരുത്തും. എല്ലാവരും വന്ന് കാരണം വിളിക്കുന്നതായ അല്ല മീര, വിളിക്കുന്നത് റസൂലുള്ളാഹിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, എല്ലാ കിങ്കരന്മാരൊക്കെ ഉണ്ട്. കാരണം വലിയ പ്രതീക്ഷയോടെ വന്നതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും വന്നപ്പോ അവരോട് കാര്യം ചോദിച്ചു. ഓ നാട്ടുകാരെ, കുടുംബങ്ങളെ, മുഹമ്മദാകുന്ന ഞാൻ നിങ്ങളോട് ഈ സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചോദിച്ചു. അവർക്ക് പറഞ്ഞു, അതിനെന്താ മുഹമ്മദ്, ഈ ജീവിതത്തിൽ കളവ് പറയാത്ത ആളല്ലേ? ഹബീബായ തങ്ങൾ ചോദിച്ചു, ഈ കാണുന്ന പർവ്വതത്തിന്റെ മറുഭാഗത്തിൽ നിന്ന് വലിയ ഒരു ശത്രു സൈന്യം നമ്മൾ ആക്രമിക്കാൻ വലിയ പട്ടാളവുമായി ആയുധവുമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. അവരൊക്കെ വളരെ പുഞ്ചിരിയോടെ റസൂലുള്ളാഹി ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിശ്വാസം. കാരണം പ്രസവിച്ചത് മുതൽ നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ചെറിയ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ഒരു യാത്രക്കാരനായിട്ട് വന്നിട്ട് ഇവിടെ ബാക്കിയാതല്ലോ. നമ്മുടെ നാട്ടിൽ മഹാന്മാരായ സ്വഹാബത്ത് വന്നിട്ടാണ് ദീനിന്റെ പ്രബോധനം തുടങ്ങിയത്. അവരിവിടെ പ്രസവിച്ചവരായവരല്ല. റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്തിന്റെ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവർ വന്നവരാണ്. റസൂലുള്ളാഹി അല്ല, മക്കയിൽ തന്നെ പെറ്റ്, മക്കയിൽ ചെറുതായി വലുതായി ചെറുപ്പക്കാരനായി 50 വയസ്സായി ഒരു ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ആളുകൾക്ക് പൊരുത്തപ്പെടാത്തത്, ഇഷ്ടപ്പെടാത്തത് പറയാത്ത നേതാവാണ്. എല്ലാരും പറഞ്ഞു അംഗീകരിക്കുന്നു. അപ്പോ ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞു, എന്നാൽ അതിനേക്കാൾ വലിയൊരു സത്യം ഞാൻ പറയട്ടെ. എല്ലാരും ഇങ്ങനെ കാതോർത്തിരിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഒരു റബ്ബ് ഈ ലോകത്തുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പടച്ചവന്റെ ദൂതനായി
അവന്റെ ദീനിനെ ഇവിടെ ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു റസൂലായി ഒരാൾ നിയമിച്ചിട്ടുണ്ട്. അത് മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് ആകുന്ന ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവാണ് നമ്മുടെ പടച്ചവൻ, അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുമ്പോ ആ റസൂലുള്ളാഹിന്റെ നല്ല ഗാംഭീര്യതയുള്ള ശബ്ദം എവിടെ ശബ്ദം പോലെ റസൂലുള്ളാഹി പറയുന്നത് ആ പറഞ്ഞ സമയത്ത് സദസ്സ് മുഴുവനും ഒന്ന് നിശ്ചലമായി പോയിട്ടാണ്, സ്തംഭിച്ചു പോയിട്ടാണ്. എല്ലാവരും അവിടെ കൂടിയ തനിച്ചു കൂടിയ എല്ലാ ആളുകളും വിശ്വസിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ്. ഒരു ശബ്ദമില്ല, എല്ലാവരും മനസ്സിൽ മുഹമ്മദ് പറഞ്ഞതിന്റെ സത്യന്റെ അംഗീകരിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഫിത്തനന്റെ ഒരു വിത്ത് ഒരാൾ മുളച്ചു. ഫിത്തനന്റെ ഒരു വിത്ത് മുളച്ചാണ് ആരാ? അബൂലഹബ് ഫിത്തനന്റെ ഒരു വിത്ത് മുളച്ചു. ഓൻ ചോദിച്ചെന്നറിയോ, ഞാൻ നിശ്ചയമായിരിക്കും ഓന് പേടിയായി. ഇത് എല്ലാവരും മുഹമ്മദിന്റെ ഒക്കെ കൂടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, എല്ലാവരും മുഹമ്മദിന്റെ മെമ്പറാകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അബൂലഹബിന്റെ ഒരു ശബ്ദം, ഒരു അട്ടാസം, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാകട്ടെ. അപ്പയും ചോദിച്ചത് അവന് ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെന്നാണ്. എന്നല്ലാതെ എന്ത് ചോദിച്ചില്ല. എന്താ മുഹമ്മദ് കള്ളം പറയുന്നത് ചോദിച്ചില്ല. അതാണ് പോയിന്റ് അവിടെയാണ്. നീ എന്താ മുഹമ്മദ് കള്ളം പറയുന്നത് എന്ന് ചോദിച്ചില്ല. അപ്പയും അബൂജഹലിന് അറിയാം മുഹമ്മദ് കള്ളം പറയൂല. മുഹമ്മദ് അല്ലമീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, കഥ പറയില്ല എന്ന് അവർക്ക് അറിയാം. ആ സമയത്തോളം അബൂലഹബ് പറഞ്ഞെന്തറിയോ, ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശം ഉണ്ടാവട്ടെ. അപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞിട്ട് ആയത്താക്കുന്നത് എന്താ? അഭിമായ ഞങ്ങൾക്കല്ല നാശം. അപ്പോഴാണ് ഈ സൂറത്ത് തന്നെ ഇറക്കുന്നത്. അപ്പൊ അന്ന് മുതലാണ് അൽ-അമീനായ ഹബീബായ തങ്ങളോടും ആ ഹബീബിന്റെ വിശ്വാസം ഉൾക്കൊണ്ട സ്വഹാബത്തിനോടും അബൂലഹബ് അടക്കമുള്ള ശത്രുക്കൾക്ക് വൈരാഗ്യം വന്നുകൂടിയത്. അന്ന് മുതൽ സ്വഹാബത്തിനെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. അല്ലാഹു അഹദ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആ ചുട്ടുകൊള്ളുന്ന മണത്തടികളുടെ മുകളിൽ വസ്ത്രമില്ലാതെ ബിലാൽ തങ്ങളെ കിടത്തിയിട്ട് ആ ബിലാൽ തങ്ങളുടെ ശരീരത്തിന്റെ മുകളിൽ അടക്കാൻ കഴിയാത്ത വലിയ കറുത്ത പാലക്കെട്ടുകൾ എടുത്ത് ബിലാൽ തങ്ങളുടെ മുകളിൽ വെച്ചു കൊടുത്തു. ആര്? അബൂജഹലും ഉത്ബത്തും ശൈബത്തും. എന്തിന്റെ പേരിൽ? വിശ്വസിച്ചതിന്റെ പേരിൽ. ആ ചൂടും ആ വേദനയും അനുഭവിച്ചുകൊണ്ട് ബിലാൽ തങ്ങൾ പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അല്ലേ, അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അപ്പയും റസൂലുള്ളാഹി തങ്ങളോട് എന്താ പറഞ്ഞത്? യുദ്ധം വേണ്ട നബിയെ, ക്ഷമിച്ചോളൂ, സഹിച്ചോളൂ, സബർ ചെയ്തോളൂ. ഇങ്ങനെയാ നീണ്ട ഒരുപാട് കാലം മക്ക മുഴുവനും, മക്കയിൽ ജീവിച്ച കാലം മുഴുവനും ഭാര്യയായ ബിബി സുമയ്യ റളിയല്ലാഹു അൻഹ വിശ്വസിച്ചതിന്റെ പേരിൽ ചെയ്തതെന്താ? 4 ഒട്ടകങ്ങളെ കൊണ്ടുവന്നു. മഹദിയവരുടെ ഒരു കാലും 2 കാലുകൾ 2 ഒട്ടകത്തിലേക്ക്, 2 കൈകൾ 2 ഒട്ടകത്തിലേക്ക് കെട്ടിയിട്ട് 4 ഭാഗത്തേക്ക് 4 ഒട്ടകങ്ങള് വായിപ്പിച്ചു എന്നാണ്. എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? എന്തായിരിക്കും? 4 ഭാഗങ്ങളിലേക്ക് വായിപ്പിച്ചു. കാലുകൾ ഇങ്ങനെ വിളർന്നപ്പോ ശത്രുക്കൾ സുബ്ഹാനല്ലാഹ് ചിരിച്ചുകൊണ്ട് ഇരുമ്പിന്റെ തണ്ടുകൾ തീയിൽ വെച്ച് ചൂടാക്കി, എന്നിട്ട് മഹദിയവരുടെ ആ ഗുഹ്യ സ്ഥാനത്തിലൂടെ ഇരുമ്പിന്റെ ആ ദണ്ട് കയറ്റിക്കൊടുത്തു എന്നാണ്. ആ സമയത്തോടും മഹദിയവകൾ പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന മുദ്രാവാക്യമാണ്. സുബ്ഹാനല്ലാഹ്, അതല്ലേ ഈമാൻ. ആ സമയത്തോടും ഹബീബായ തങ്ങളോട് പറഞ്ഞത് ക്ഷമിക്കൂ നബിയെ, സബർ ചെയ്യൂ നബിയെ. അങ്ങനെ മക്കയിൽ ജീവിക്കുന്ന കാലം മുഴുവനും ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു അവസാനം യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, നബിയെ നിങ്ങൾ നാട് വിട്ടുപോകുന്ന എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും ഭീകരവാദം, തീവ്രവാദം, വർഗീയത ഒരിക്കലും പഠിപ്പിക്കുന്ന മതമല്ല പരിശുദ്ധമായ ഇസ്ലാം. ബദരീദം കാണിച്ച് അതിന്റെ വാറും തലവാറും അതിന്റെ ഫോട്ടോകൾ വെച്ച് മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഭീകരവാദികളാണ്, അല്ലെങ്കിൽ വർഗീയവാദികളാണ് എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളതാണ്. ഒരിക്കലും ക്ഷമിച്ച് യുദ്ധമല്ല നബിയെ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് നല്ലത് നാട് വിടലാണ്. എന്തായിരിക്കും? 53 കൊല്ലം ജീവിച്ച ഒരു നാട് വിട്ടു പോവാന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്. ഇതാണ് മഹാന്മാരായ മുസ്ലിമീങ്ങളോട്, സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ കൽപ്പന.
അങ്ങനെ മദീനയിലെത്തി. എന്നിട്ടാണ് പിന്നെയും ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അല്ലാഹു തആല നമുക്ക് അത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ, അവരുടെ ആ ജീവിത ചരിത്രം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അത് തരണം ചെയ്യാനും ക്ഷമിക്കാനും സബർ ചെയ്യാനും പടച്ചവനെ ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, ഇനി 2-3 ദിവസങ്ങളിൽ ചെറിയ രൂപത്തിൽ അവരുടെ ആ വലിയ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഈമാനിന്റെ ഒരു ചെറിയ മാറ്റം ഉണ്ടാകണം. ബദരീങ്ങളെ സ്നേഹിക്കാനുള്ള നല്ല ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അവിടെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അവിടെ പടച്ചവനെ. നമ്മുടെ ഈ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിന്റെ 15ാമത്തെ നോമ്പുകാരാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവിടെ എല്ലാ ദിവസവും ഇൽമിന്റെ സദസ്, എല്ലാ ദിവസവും ഇഅ്തികാഫ്, തറാവീഹ്, നോമ്പ് റബ്ബേ, നല്ല സന്തോഷത്തിന്റെ പെരുന്നാൾ ദിവസങ്ങൾ. ഈ സന്തോഷം ആഖിറത്തിലും സന്തോഷിക്കാൻ കാരണമാക്കി തരണേ റഹ്മാനെ. ആളുകൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കുന്ന ആളുകൾ റബ്ബേ, കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ ഓർക്കാൻ വേണ്ടി അവർ പറയുന്നു റബ്ബേ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളിലേക്ക് അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ, അധ്വാനിക്കുന്നവർ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ പടച്ചവനെ എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നൂറുൽ ഹുദാ മദ്രസ ഖുർആനിന്റെ ചരിത്രത്തിൽ ആദ്യമായി വലിയ ഒരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ഒരുപാട് മക്കൾ നല്ല രൂപത്തിൽ പടച്ചവനെ ഡിസ്റ്റിങ്ഷനും അതുപോലെ ഒരുപാട് നല്ല നല്ല മാർക്കുകൾ വാങ്ങിയിട്ട് നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമായി നമ്മുടെ മക്കളെ മുഴുവൻ നീ ഇനിയും ഉയർത്തണേ അല്ലാഹ്. നമ്മുടെ മദ്രസയുടെ ആയിസത്ത് ഇനിയും നീ ഉയർത്തണേ റഹ്മാനെ. ഒരുപാട് 4 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിക്കുന്ന മദ്രസയാണ്. ഒരുപാട് ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഒരുപാട് നല്ലവരായ ഉമ്മമാര്, സ്വാലിഹീങ്ങളെ വാർത്തെടുത്ത മദ്രസയാണ്. ഞങ്ങൾ ഇന്ന് നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു. അതൊക്കെയും നമുക്ക് ആദ്യമായി പഠനം തന്നത് നമ്മുടെ നൂറുൽ ഹുദാ മദ്രസയാണെങ്കിൽ റബ്ബേ ഇനിയും നീ ഉയർത്തണേ അല്ലാഹ്. അങ്ങനെയുള്ള വലിയ വിജയത്തിന് കാരണക്കാരായ നമ്മുടെ മദ്രസ അധ്യാപകരായ നല്ല ഉസ്താദന്മാർ, അവർക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആഖിറത്തിലും ദുനിയാവിലും അവർക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആ രൂപത്തിൽ നമ്മുടെ പള്ളി മദ്രസയും പരിപാലിക്കുന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, അവർക്കും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇനിയും ഇതുപോലെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. എന്ത് കാര്യങ്ങൾ ഇവിടുത്തെ കമ്മിറ്റിക്കാർ നടത്തി വരുത്തുമ്പോഴും അതിന് നല്ല പിന്തുണയായി, സപ്പോർട്ടായി, എപ്പോഴും താങ്ങും തടലുമായി നിൽക്കുന്ന ഇവിടുത്തെ നല്ലവരായ മഹൽ നിവാസികൾ, നാട്ടുകാരും പ്രവാസികളും, അവർക്കും നീ വലിയ ഇസ്സത്ത് നൽകുക. അപ്പേ നമ്മുടെ നാടിന്റെ ഓരോ ഉയർച്ചയിലും നാട്ടുകാർക്കും നീ ഉയർച്ച നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അഭിമാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഇനിയും ഒരുപാട് കാലം ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും ദീനിന് വേണ്ടി സഹായിക്കാനും ദീനിന് വേണ്ടി ശ്രദ്ധിക്കാനും റബ്ബേ മഹാന്മാരായ ബദരീങ്ങളെ പോലെ നമുക്ക് കഴിയില്ല. എന്നാലും അവരുടെ ചെറിയ ഒരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഈ വാക്യം നൽകണേ റബ്ബേ. നമ്മുടെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോയ ആളുകൾ ആഫിയത്ത് നൽകുന്ന, ആരോഗ്യം നൽകുന്ന, റിസ്കീകരിച്ച പരിശുദ്ധമായ മദീന മുനവ്വറയ റബ്ബേ, അവിടുത്തെ ദുആയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്താനുള്ള മനസ്സ് കൊടുക്കുന്ന, ഓർമ്മ കൊടുക്കുന്ന, ചെയ്ത ഓരോ അമലുകൾ സ്വീകാര്യതയുള്ളതാക്കണേ റബ്ബേ. നമുക്കും അവിടെ എത്തിപ്പെടാൻ ഈ വാക്യം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഏത് പള്ളിയുടെ പരിസരങ്ങളിൽ അവർ കിടക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം നീ സ്വർഗം നൽകുന്ന, നരകം ഹറാമാക്കുന്ന, മഗ്ഫിറത്ത് നിർബന്ധമാക്കുന്ന, മർഹമത്ത് നീ ചൊരിയണേ റബ്ബേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله.